ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി പട്ടിത്തറ കോട്ടോപ്പാടത്ത് പ്രദർശനത്തോട്ടം കൊയ്ത്തുത്സവം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും തൃത്താല MLA-യുമായ MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രാരംഭഘട്ടത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ള 8 സൂക്ഷ്മ നീർത്തടങ്ങളിലായി 2 കോടി രൂപയുടെ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. മണ്ണ് പര്യവേക്ഷണ വിഭാഗം നടത്തിയ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ പ്രദർശനത്തോട്ടത്തിലെ കൊയ്ത്തുത്സവം പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ കോട്ടോപ്പാടം പാടശേഖരത്തിൽ വെച്ച മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ണ് പര്യവേഷണ വിഭാഗം തൃത്താല മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ 498 മണ്ണ് സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് സംബന്ധിച്ച് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ 498 മണ്ണ് സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. 89 സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. മാർച്ചിനുള്ളിൽ കഴിയുന്നത്ര സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരണം. അതിന് ഇപ്പോൾ അവർക്കുള്ള ഒരകൽച്ച, കൃഷിയോടുള്ള അസ്പൃശ്യത നമുക്ക് മാറ്റാൻ കഴിയണം. അതിന്റെ ഭാഗമായിട്ടാണ് 5 സ്കൂളുകളിലേക്ക് പച്ചക്കറി തൈ നട്ട ചെടിച്ചട്ടി വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളാണ്. മണ്ഡലത്തിൽപ്പെട്ട 8 പഞ്ചായത്തുകളിലായി ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ 1 ലക്ഷം തെങ്ങിൻ തൈ നടീൽ, മാലിന്യമുക്ത തൃത്താല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, പൊതുകുളം, കൃഷിക്കുളം, മഴക്കുഴി, കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം, കിണർ റീചാർജിംഗ്, പച്ചത്തുരുത്തുകൾ, മണ്ണ് പരിശോധന എന്നീ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ്. സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം, സ്കൂളിലേക്ക് പച്ചക്കറി തൈ വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കാർഷിക സെമിനാർ നടന്നു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ അധ്യക്ഷനായി. മണ്ണ് പര്യവേക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കർഷകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.